ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാട്ടോ. പെട്ടെന്നൊരു ഉംറക്ക് പോകുന്നതാണ്. ഇന്നലെയാണ് പോകുന്നത് കേട്ടോ. ഇന്നലെ രാത്രി 5 മണിക്ക് തന്നെ ഫ്ലൈറ്റ്. പോകുന്നത് തന്നെ വിറ്റാട്ടോ. പാസ്പോർട്ടില്ല, കാത്തിക്കാണ്. വെയിറ്റിംഗ് ഫോർ പാസ്പോർട്ട് കേട്ടോ. 3:17 ആയിക്കണേ. എന്താ ഷിബു കൊണ്ടുവരുന്നുണ്ട് പാസ്പോർട്ട് എത്തി. അവിടെ 3:25 ബഹ്റൈനിലെത്തിട്ടോ. 7 ഒക്കെ ആയപ്പോൾ ബഹ്റൈനിലെത്തി. ഇനി ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇവിടുത്തെ ലോഞ്ച് ഉണ്ടോ? ഇവിടെ കയറി നമ്മൾ മിഡിൽ ഈസ്റ്റിലെ കാർഡ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ അത് മുഞ്ചി. ബോംബെന്ന് സൗദിക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. അതിൽ LCD ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 1:10 ഇവിടുത്തെ ടൈം കേട്ടോ. നല്ല വെയിലാണ്. സൗദിത്തെ ഇത് അടിപൊളിയാട്ടോ. എയർപോർട്ട് അടിയിൽ കണ്ടെങ്കിൽ ആ ഫിഷിൻ്റെ ടാങ്കൊക്കെ അമ്മാതിരി ഫിഷ് ടാങ്ക്, വലിയ അലാക്കിൻ്റെ ഫിഷ് ടാങ്ക് ഉണ്ട്. പിന്നെ അതേമാതിരി ബഹ്റൈനിൽ ഞാൻ ഇറങ്ങിയത്. ബഹ്റൈനിൽ ഇതേമാതിരി കുറച്ച് നേരം ഇരുന്ന് അവിടെ 7 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ 10 മണിക്കാണ് പോകുന്നത്. അവിടെ അതേമാതിരി ലോഞ്ച് ആക്സസ് ചെയ്യാൻ നോക്കിയ കഥ ഉണ്ട്. അത് വിറ്റനെ അങ്ങനെ അവിടുന്ന് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സമയമായി. അവിടുത്തെ ഫ്ലൈറ്റൊക്കെ അടിപൊളിയാട്ടോ. ഗൾഫ് എയർവേസ്. അതിൽ ഫസ്റ്റത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വൈഫൈ ഇട്ടിട്ട് അതിൽ തന്നെ എന്താ പറയുക ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും. പക്ഷേ അതിലെല്ലാം കിട്ടില്ല. ഓലൊരു പേജ് ഉണ്ട്. അതിൽ നമുക്ക് പടമോ മൂവിയോ അതൊക്കെ കാണാൻ പറ്റും. രണ്ടാമത് ബഹ്റൈനിൽ കയറിയിൽ ആ ഫ്ലൈറ്റിൽ തന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ മൂവീസൊക്കെ. അങ്ങനെ 2:30 ആയപ്പോൾ ഏകദേശം പുറത്തിറങ്ങി ജിദ്ദയിൽ കാലെത്തിട്ടോ. ഞാൻ വണ്ടി എടുത്ത് പോയപ്പോഴാണ് ഞാൻ അവിടെ വൈക്കൊക്കെ കണ്ടത്. JED ജിദ്ദയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളൊരു ഇതാണ്. അതിൻ്റെ ബാക്ക് കൂടെ എങ്ങനെയായിട്ട് റൂമിലേക്ക് പോകുന്നത്. ഇവിടുത്തെ റോഡിൽ വലിയ പ്രശ്നം, ഭയങ്കര തിരക്കട്ടോ. ഒരു ബ്ലോക്ക് ഇത്രയും 6 വരെ ആയിട്ട് കൂടി. അതേമാതിരി ഇവിടെ ഡെലിവറിൻ്റെ ടീമാണ് ഈ സൊമാറ്റോ സ്വിഗ്ഗിൻ്റെ വർക്കത്തെ പുതിയൊരു ഇതാണ്. അവരിരിക്കണോ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് സെറ്റപ്പിലാണ്. വണ്ടി RX ഒക്കെ പഴയ മോഡൽ വണ്ടികളാണ് ഫുള്ള്. സൗദിത്തെ ആദ്യത്തെ ഫുഡാട്ടോ. കാരമൽ ജ്യൂസും അത് ഈ ചിക്കനുമാണ് കഴിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് മദീനം പോകാൻ കരുതി ഇറങ്ങിയാണ്. മദീനത്തേക്കുള്ള വണ്ടി പോയി. നേരത്തെ പോയി. ഞങ്ങൾ കുറച്ച് നേരം 10 മണി 8 മണി കയറിയാണ് ഒരു വണ്ടി ഫസ്റ്റ് പോയി. മദീന മിസ്സായപ്പോൾ മക്കം പോകാൻ കരുതി. അങ്ങനെ ഒരു ഉംറ തുണി വാങ്ങാൻ പോയിട്ടോ. ഉംറ തുണിക്ക് അവിടെ 35 റിയാലാട്ടായത്. അങ്ങനെ ഈറാം തുണി വാങ്ങി ഈറാം കെട്ടി റൂമിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ബാബുമക്ക പോകണം. ബാബുമക്കെന്നാണ് പിന്നെ മക്കത്തേക്കുള്ള വണ്ടിയില്ല. മക്കത്തേക്ക് ടാക്സി ഉണ്ടാവും. ടാക്സിക്ക് പോവാം. അപ്പോൾ ഏതായാലും ഉംറ നിർവഹിച്ചാൽ ഉംറക്കുള്ള യാത്ര ഈ തെക്കുപൂറും ഇതൊക്കെ ചെല്ലി ഇങ്ങനെ പോവാനെ. ഞാൻ പറഞ്ഞ് ടാക്സി ഉണ്ടെന്ന് പറഞ്ഞ് ടാക്സിക്ക് നോക്കട്ടെ. ടാക്സി നോക്കിയിട്ട് നേരെ ബാബുമക്ക കയറണം. ബാബുമക്ക കയറി മക്കത്തേക്ക് ബാബുമക്ക അവിടുന്ന് 15 കേട്ടോ. കുറച്ച് ടൈമില്ല, 1 മണിക്കൂറാണ്. സമയം 10-11 പോയതുകൊണ്ട് മക്ക എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ 1:30 ആയി സമയം. നല്ല ഉറങ്ങി വണ്ടി കുതിർന്നുണ്ട്. ബാബുമക്കേന്ന് 1:30 ആയപ്പോൾ ഇവിടെ എത്തിട്ടോ. ബാബുമക്കേന്ന് ഇങ്ങോട്ട് 20 ഉറുപ്പിയാണ് വാങ്ങിയത്. വണ്ടി ഫുള്ളാക്കിയാണ് ഇവിടെ എത്തി. ഫുള്ള് ആൾക്കാർ 24 മണിക്കൂർ ലൈറ്റ് വാങ്ങി. എന്താ പൊളിച്ചു. ക്ലോക്ക് ടവറിൻ്റെ ബിൽഡിങ് കേട്ടത്. ക്ലോക്ക് ടവർ വന്നപ്പോൾ കാണിച്ചു. ഞാൻ വിളിച്ചാണ് അടിപൊളി. ഉള്ളിൽ പോവാം. ആൾക്കാർ കാണണം. ഓഫ് ചെയ്യണം. അങ്ങനെ തവാഫും കഴിഞ്ഞ് ഉംറ കഴിഞ്ഞിട്ടോ. ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. നമുക്കിനി സഫാ മർവ ആ ഏരിയ ഇട്ടത് കാണുന്നത്. ഇതിൻ്റെ ഇടയിലാണ് സഫാ മർവ വരുന്നത്. നേരെ കാണുന്നത് കാവപ്പയാണ് ഉണ്ടാവുക. ഉംറ കഴിഞ്ഞ് കുറേ ആൾക്കാരെല്ലാവരും പോകുന്നുണ്ടാകും. കുറച്ച് ആൾക്കാർ ഇപ്പോഴും കാബേൻ്റെ അവിടെ ഫുള്ള് തിരക്കാണ്.
സമയം സുബൈക്ക് 4:10 കേട്ടോ. ഇപ്പോഴും നല്ല തിരക്ക് ഇവിടെ. ആളൊക്കെ സമയം ഉണ്ടാവില്ല, എപ്പോഴും ഫുള്ളേക്കാണ്. നമുക്ക് പോവാം. മുകളിലും ക്ലോക്ക് ടവറുണ്ട്. സമയം അവിടെ കാണില്ലേ. എൻട്രൻസ് കുറേ ഉണ്ട്. ഫുള്ളിവിടെ ഫുള്ളെപ്പോഴും വെളിച്ചോ ആളേക്കാരം. ഈ ടൈം ആയതുകൊണ്ട് വലിയ ചൂടില്ല കേട്ടോ. ചൂടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും രാത്രി ആയതുകൊണ്ട്. അതിലാണെങ്കിൽ വെയിലും കൂടി വരുമ്പോൾ കുറച്ച് റിസ്ക് ചെയ്യും. അങ്ങനെ തിരിച്ചു പോകാണ്ടോ. ഇവിടുന്ന് ടാക്സിക്കാരനെ കിട്ടി. ടാക്സിക്കാരനോട് സ്ഥലമൊക്കെ ചോദിച്ചു ഇതേക്ക് വീണ്ടും പോകണം. ഇനി എന്നാണോ അടുത്ത് പോകാനുള്ളത്. അങ്ങനെയല്ല റാഹത്തായി. വലിയ തിരക്കും വലിയതൊന്നും ഇല്ലെങ്കിലും. പിന്നെ ഹജ്ജ് അസ്വദ് മുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കൈ കൊണ്ട് തൊട്ട് മുത്താൻ കഴിഞ്ഞ് നേരിട്ട് മുത്താളത് കിട്ടിയില്ല. അങ്ങനെ ഡേ 2 ആയിട്ടോ. 10-12 നീച്ച്. ഇന്നലെ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 5:05. ഇയാളറിയോ? ഓന് ഇവിടെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ഓനെ കിട്ടി. നമുക്ക് നടക്കല് വേണ്ടി നാട്ടിലായാലും തണ്ടാനാരെ വേണം, ഇവിടെയാണെങ്കിൽ തണ്ടാനാരെ വേണം. അങ്ങനെ ഇറങ്ങിക്കണേ എടുക്കാന്നില്ല. വെറുതെ കുറച്ചു നേരം ഇങ്ങനെ ഒട്ടം കറങ്ങി കുറച്ച് വർത്താനം പറയാം. ഓന് കണ്ടിട്ട് നമ്മൾ 1.5 കൊല്ലല്ലേ? 1.5 കൊല്ലായി. കഴിഞ്ഞ കുറി നാട്ടിൽ നിന്ന് കണ്ടതാണ്. പിന്നെ ഞാൻ ഖത്തറിൽ ഓന് പിന്നെ ഇങ്ങോട്ട് കയറി പോന്നു. അപ്പോൾ ഏതായാലും പോയോക്കാം. എടുക്കാണെന്ന് അറിയില്ല. വെറുതെ ഇങ്ങനെ തിണ്ട. ആദ്യം ചായ കുടിച്ചിട്ടാ. നീറ്റിൽ ചായ ഒന്നും കുടിച്ചില്ല. അത് നമ്മളെ കുഞ്ഞിപ്പൂവിൻ്റെ വരി കടിയൊക്കെ തരും. വരിക്കല്ല അതൊക്കെ ഉണ്ട്. അതാണ് നമ്മളെ മരുത കുഞ്ഞിപ്പൂവിൻ്റെ കടട്ടോ. ഇപ്പോൾ ഉണ്ടാവും പൊട്ടം കടിച്ചിട്ട് ഫുൾ ചെക്കപ്പ് ഇറങ്ങി. നമ്മുടെ കാശിതോടെ വൈദ്യുതക്കാരാ സുഖല്ലേ? ഞങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടല്ലോ. ഞാൻ ട്രിപ്പ് ആയിട്ട് കാണണം. ഞാൻ കുഞ്ഞിപ്പൂനൊപ്പം കുറച്ച് ഞാൻ കുഞ്ഞിപ്പൂനെ അടുത്തോ ലഗേജൊക്കെ തൂക്കിച്ചടക്കാണ്. കൊണ്ടോടെയും വെക്കാം. ബസ്സിൽ പോയപ്പോൾ കുഞ്ഞിപ്പൂനൊപ്പം കയറിട്ടോ. ഞങ്ങളങ്ങനെ എളാപ്പാനെ വരണ്ട. എളാപ്പാനെ വരിക്കും. ഓലൊക്കെ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടെ ഒന്ന് കറങ്ങി നോക്കാം. ഏതായാലും വന്ന സ്ഥിതിക്ക് മൊത്തം കറങ്ങുന്നത്. ടൂർ വന്നതാണ്. ഇങ്ങനെ ഒരു പണിയെടുക്കുക വന്നല്ലോ ഇവിടെ. നമ്മൾ പണിയൊക്കെ നിർത്തുന്നല്ലോ. ഗൾഫിലുള്ള പണിയൊക്കെ നിർത്തി ഇങ്ങനെ കണ്ടുപോകാന്നല്ലാതെ. അവിടെ പോയത് വെറുതെ ഗൈസ്. എളാപ്പിൻ ഓലെന്നോടെ ട്രെയിലറാണ് എളാപ്പ. അപ്പൊ അതിൽ ഒരു കുടുംബസമേതം ട്രിപ്പ് അടിച്ചെടുക്കാരോ. നമുക്ക് ഇനി എടുക്കാം. ലുലു കറങ്ങാം. കാണണമെന്നല്ലേ ഇവിടെ ടോപ്പില്ലോണത് അങ്ങനെയുണ്ടോ? എന്നാൽ കാണാം. നമ്മൾ കണ്ടത് ഏതാണ്? എറണാകുളത്ത് ലുലു കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ തിരുവനന്തപുരം പോകണം കരുതിന്. കുടിയില്ല തരം പോകാൻ. അങ്ങനെ മറ്റേ ട്രെയിൻ കിട്ടുമ്പോണോ? ഏത് നമ്മളെ പുതിയ ട്രെയിൻ ഇറങ്ങിയല്ലോ. പിന്നെ പേര് വന്ദേ ഭാരത്. അത് നോക്കി. അത് കിട്ടിയില്ല. ഈ വെക്കേഷൻ പോകണം കരുതി. അങ്ങനെ പോകണം. പരിക്കാരെ കൊണ്ട് പോകണം. വീട്ടൊക്കെ ഒന്ന് കാണണ്ടോ. നമ്മൾ വന്നു ലുലു ടോപ്പിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ചിത്ത. അത്യാവശ്യം നിങ്ങളുണ്ടല്ലേ. ബാഗൊക്കെ കൊണ്ടുപോകാം. അതേമാതിരി സൗദി അറേബ്യയിലെ ഫോണിൻ്റെ വില ഇട്ടതൊക്കെ തുച്ഛമായ വില. നത്തി ഫോൺ ഇവിടെ നത്തിങ് 9 ലുലുട്ടത്. ഇവർ തലക്കുന്ന തലക്ക് വരുന്നുണ്ടല്ലേ. ഇലക്ട്രോണിക്സ് എല്ലാ ഐറ്റം സാധനങ്ങളും. ഇതാണ് ലുലു മക്കളെ. ലുലു ലാസ്റ്റ് അത് അൽബേക്ക് എത്തിട്ട്. അൽബേക്കാണ് സ്പെഷ്യൽ. ആദ്യം പറഞ്ഞേ അൽബേക്കിൻ്റെ ഫസ്റ്റ് ചോദിച്ചാലോ അൽബേക്ക് വാങ്ങിയെന്ന് എനിക്കറിയോ? ഞാൻ ഫസ്റ്റ് ചോദിച്ചോ എൻ്റെ വാപ്പി വാങ്ങിയെന്ന്. പള്ളടിച്ച അൽബേക്ക് 2 പെണ്ണ് സെറ്റപ്പ്. ഇതാണ് ഗൾഫിൻ്റെ ഏറ്റവും സെറ്റപ്പ് ഭക്ഷണം. ഗൾഫിൽ നാട്ടിൽ കിട്ടാത്തൊരു സാധനത്തേ ഉള്ളൂ. അൽബേക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല നാട്ടിൽ. സ്പൈസി പെപ്സി. ഞാൻ യുദ്ധക്കളം. പുതിയത് ഇങ്ങോട്ട് വരിക. മാർബിൾ കേക്കിന്റെ കട്ട വരുന്നുണ്ടല്ലോ. ഇത് മാത്രമേ കിട്ടുള്ളൂ. ഞാനോട് നേരത്തെ പറഞ്ഞില്ല. അവിടെയൊക്കെ മറ്റേ വലിയ ചിക്കൻ അല്ലേ ഇതുകൂടെ ഇങ്ങനെ മാർബിൾ കട്ടല്ലേ. ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ. പുറത്ത് കിട്ടും, മറ്റേ ടൈപ്പ് കിട്ടും. അവിടെ എല്ലാം കിട്ടും. ഇതൊന്ന് പൊട്ടിക്കാണല്ലോ. ഇത് നല്ല ക്രിസ്പി സാധനം കേട്ടോ.
ഏരിയൊക്കെ ഇട്ട് സെറ്റാണ്. ഇങ്ങനെ മുക്കുന്നു, ഭയങ്കര പഞ്ഞി മുക്കുന്നു. മലമുകളിൽ നിന്ന് കാണുന്ന ജിദ്ദ എങ്ങനെ കേട്ടോ, കച്ചവടങ്ങളും വലിയ വലിയ ബിൽഡിങ്. നമ്മളിപ്പോൾ വന്നത് കുഞ്ഞിപ്പൂൻ്റെ കടൻ്റെ അവിടെ നിന്നാണ്. കുഞ്ഞിപ്പൂൻ്റെ കട എവിടെയാണ്? അവിടെ അങ്ങനെ ഓപ്പോസിറ്റ് ഭാഗത്ത് കിടക്കുന്ന ഒരു മല, കുറേ കല്ലും മുള്ളും. സമയം എന്ന് പറയുകയാണെങ്കിൽ 1:50 2 മണി കേട്ടോ. നല്ല വെയിലാണ്, സൂര്യൻ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. പക്ഷേ വെയിൽ ചൂട് കുറവാട്ടോ. ഇവിടെ കാലാവസ്ഥ തണുപ്പായാലും വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നാട്ടിൽ കൂടെ നടക്കണമല്ലേ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ട്. അത് കണ്ടില്ല, പുതിയ അക്വാറിയം തുടങ്ങിയത് മിനിയൂട്ടികളാ. ഏതായിച്ച് പുറത്തേക്ക് ഇറങ്ങരുതിട്ടോ. അത് വേറെ അക്വാറിയം, ഇത് പുതിയത്. ഇത് അവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിട്ടാ, ഒരു മലന്റെ മുകളില്. ഞാൻ കാണിച്ചു, ഞാൻ ലൊക്കേഷൻ വിട്ടണ്ടേ. മുജീനെ പറ്റിച്ചിട്ടോ, മുജീന്റെ വീട് ഇവിടെ ചെയ്ത്. ഞാൻ നാട്ടിലാണ് ഇറങ്ങണം, പൊട്ടിന് മനസ്സിലായിട്ടില്ല. നടക്കണോ? അവിടെ കണ്ടു മൊത്തം ആ ബിൽഡിങ്ങിന് ഉള്ളിൽ ഗ്രൗണ്ട് മനക്കാക്കിയ പച്ചപ്പിന്റെ അപ്പുറത്ത് പൊളിച്ചത്തിന് വലിയ വലിയ ബിൽഡിംഗ് വരികയല്ലേ. പണിക്കാരൊക്കെ തട്ടി പല ഭാഗത്ത് കൂടി ചേക്കേറും. കുറെ ഇതിലും വന്ന മലയാളികൾ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ മലൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സൗദി അറേബ്യ കണ്ടു. പോകുന്നല്ലേ നേരം. വെയിൽ നല്ല വെയിലാട്ടോ, 2 മണിയാണ്. ചൂട് കുറവല്ലോ, ചൂട് കുറവാണ്. അത് കേട്ടോ, കാലാവസ്ഥ ഇങ്ങനെ നല്ലതാണ്. വണ്ടി കുത്തിറക്കാൻ വെച്ചല്ല. അപ്പോൾ പുറത്ത് കയറുമ്പോൾ കാറ്റുണ്ട്, തണുപ്പ്. അങ്ങനെ കുഞ്ഞിപ്പൂവിൻ്റെ അപ്പം ചുറ്റിക്കറങ്ങുകയാണ്. ചങ്ങായി പണിയൊക്കെ നിർത്തി ഇറങ്ങി പോകുന്നതാണ്. തിരക്കുണ്ടാവും. വിളിച്ചിനോ? 5:30 ഉച്ചക്ക് രാവിലത്തെ കഴിഞ്ഞാണ്. അപ്പം അങ്ങനെ കയറാം. എത്ര? 91 സാധാ 95 പവർ അല്ലേ? അത്ര പൈസ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അടുത്ത് വരണേ 150 അടിച്ചാൽ മതി. ഡിക്കി ബന്ദ് കരോ. നാട്ടിൽ ഇതേമാതിരി 100 അടിച്ചില്ല, 150 അടിച്ചു, 110 അടിച്ചു. പ്രൈസ് എത്ര? 2 റുപ്യ 150 പൈസയോ? 2 റിയാലോ? 95 ആകുമ്പോൾ എത്ര രൂപ? 95 കൂടും. 2 റിയാലാണ് സംഖ്യയില്ലേ? എത്ര റുപ്യ? അടുത്ത 65 പെട്രോളിന് 70 അടുത്ത് ലാവില്ലേ? 90 എല്ലാ നാട്ടിൽ. ഇവിടെ ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് തീരുകയാണെങ്കിൽ യൂട്ടേൺ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പോകണ്ടേ. മൊത്തം തന്നെ നഷ്ടമാണ് ഇവിടെ. ഇവിടുത്തെ വണ്ടികളാണെങ്കിൽ മൈലേജും ഇല്ല. സാഹചര്യം പ്രത്യേകിച്ച് മരുഭൂമി നടക്കണ മാതിരി കിടക്കുന്നു. ഇത് പൊടിച്ചിട്ട് അവിടെ തന്നെ പരത്തേക്കാണ്. കുറെ കടൽ കൊണ്ടിരുന്നല്ലേ അല്ലേ? മരുഭൂമിയിൽ മണൽ കിടക്കണ മാതിരി ഇറക്കിറങ്ങാൻ വൃത്തിക്ക്. In 600 meters, take the ramp to Ring Road, Route 5. ഹോട്ടലിൽ കൊടുക്കിട്ടോ. പോയി നമ്മൾ വീണ്ടും ഹോട്ടലിലെത്തിട്ടോ. ഇനി കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം മദീന പോകണ്ട. മദീന പോകാൻ പോകണം. മദീനത്തിലുള്ള ഇവിടുന്ന് ബസ് ഉണ്ടാവും. ബസ് മദീനത്തേക്ക് നേരിട്ട് പോകുന്ന ബസ്സാണ്. അപ്പോൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ മദീന മൊത്തം കറങ്ങി നമുക്ക് വരാൻ കഴിയും. സാധാരണ നമ്മൾ ടൂറിസ്റ്റൊക്കെ മാറുന്നു കേട്ടോ. ടൂറിസ്റ്റൊക്കെ എത്തണം. ഇപ്പോൾ മൗലായിന്ന് ടിക്കറ്റ് എടുക്കട്ടോ, 60 രൂപയാണ്. നമ്മൾ റൂമും ഫുഡ് എടുത്തിട്ടില്ല. വണ്ടി അതുമാതിരി 9 മണിക്കാണ് വണ്ടി എടുക്കട്ടോ. നാളെ അങ്ങോട്ട് പോരുമാണ്. അന്നേരം സർഫേക്ക് പോകും. 8:10 9 മണിക്കാണ് ബസ്. ഭയങ്കര ഫുഡ്, നല്ല വെള്ളപ്പം, നാടൻ. നമ്മുടെ നാട്ടിലത്തെ അതേമാതിരി ഫുഡ്
ഷാർഫിയ തന്നെയാണ്. ടോട്ടല് ക്വാളിറ്റി ഫാമിലി റെസ്റ്റോറൻറ്റ് ഷാർഫിയ തന്നെയാണ്. അവിടുന്ന് ഫുഡും കഴിച്ചിറങ്ങി. ഇനി നമുക്ക് നേരെ നമ്മളെ മൗലാന ട്രാവൽസാണ് അതിൽ പോവാം. 8:17 9 മണിക്കാണ് ബസ് അവിടുന്ന്. ഈ ഷർഫിയയിൽ വന്നാലുണ്ടല്ലോ, ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് മദീനത്തേക്ക് മക്കത്തേക്കൊക്കെ വണ്ടി കിട്ടോ. മക്കത്തേക്ക് കുറച്ചൊരു അപ്പുറത്ത് വലത് ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പാണ്. അവിടെ നിന്നാണ് ഇന്നലെ നമ്മൾ കയറിയത്. ഇവിടെ ബസ് നിർത്തിനാണോ, ഈ ബസ്സൊക്കെ മദീനത്തേക്കുള്ളതാണ്. ഒരു ഈശാബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ബസ്സുകളാണ്. ബസ് പോയി നേരെ സുബൈയാകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തുള്ള സെറ്റപ്പിൽ അങ്ങനെ പോയി. ഇവിടുത്തെ പോലീസ് തന്നെ ഉണ്ടോ, GTA കാണുന്ന സെയിം അങ്ങനത്തെ പോലീസ് ഉണ്ട് അവിടെ. ഇത് 1-ാം നമ്പർ വണ്ടിയാണ് മൗലാനൻ്റെ. 2-ാം നമ്പർ വണ്ടിയിലാണ് നമ്മൾ ടിക്കറ്റ് ചെയ്തോ. ആള് കുറവായതുകൊണ്ട് സീറ്റ് നമ്മൾ മാറ്റിട്ടോ. ബസ് നമ്പർ 8:35 ബസ് എടുത്തു. അങ്ങനെ 1 മണിയായപ്പോൾ അങ്ങോട്ട് എത്തിട്ടോ. ശ്രോതാക്കളെ അവിടെയുള്ളത്. السلام عليكم يا شهداء بدر. നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു തണൽ ഇട്ടുകൊടുത്ത പന്തൽ, ആ പന്തൽ നിൽക്കുന്ന സ്ഥാനത്ത് തള്ളിയാണ്. അതുകൊണ്ടാണ് അരീശം പേര് വരാൻ കാരണം. ഇതാണ് ടപ്പാ പറഞ്ഞ പള്ളി. ശരിക്കും നമ്മളൊരു ടൂറ് പോകുന്ന സിയാറത്തൊക്കെ പോണ അതേ ഫീൽ തന്നെയാണ്. മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാം പള്ളിൻ്റെ ഇതൊക്കെ കാണാം. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ എല്ലാവരും സമയം നോക്കണം. അരമണിക്കൂർ ബസ് അവിടെ നിർത്തും. ഈ സമയത്ത് കുറേ വണ്ടിക്കുണ്ട് ഇവിടെ, കുറേ ബസ്സുകളാ. ആളുകൾ ഗാവം സ്ത്രീകളൊന്നുമുള്ളത് വരാനാണ് പറഞ്ഞത്. അങ്ങനെ സുന്നതസ്കാരം കഴിഞ്ഞ് ഇവിടെ മസ്ജിദിൽ നിന്ന് ഇറങ്ങിട്ടോ. വണ്ടിയിലാണ് വെയിറ്റ് ഉണ്ട്. 1 മണിക്കൂറാണ് സമയം തന്നത്. കുറച്ചായിട്ടുള്ളൂ. കാലാവസ്ഥ ഭയങ്കര തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. രക്ഷയില്ല. മുക്കത്തെ മാതിരിയല്ല, മദീനത്ത് നല്ല തണുപ്പാണ്. ടൈം അതിനൊക്കെ 2-2:30 ടൈമാണ്. അതുകൊണ്ടാണ് അവനറിയില്ല. ബസ്സിലോട്ട് എല്ലാവരും കാത്തിട്ടുണ്ട്. പോയാക്കട്ടെ. رسول الله السلام عليكم السلام عليكم يا نجبا يا نجبا السلام عليكم السلام عليكم ഇവിടെയാണ് എല്ലാവരും മക്ബറ. മുമ്പ് കാണുന്ന ഒറ്റ മക്ബറയാണ് ഹംസാ റളിയല്ലാഹുവിന്റെ ഖബർ കേട്ടോ. അതായത് ഒരു മീസാൻ കല്ല് കാണുന്നില്ല മുമ്പിൽ, ആ മതിലിനോട് ചാരിയിട്ട് ഇങ്ങപ്പുറം ഉള്ളിൽ തന്നെ അതാണ് ഹംസാ റളിയല്ലാഹുവിന്റെ ഖബർ. 70 शुहदा का मकबरा है अंदर. वो जो छोटा पहाड़ देखो वो जबलुर रुमात है. यह पहाड़ उहुद पहाड़ है. उहुद पहाड़ 8 किलोमीटर दूर है. यह जन्नत के पहाड़ है. മദീന മുനവ്വറയിൽ എത്തിയിരിക്കുകയാണ്. അൽ ബാക്കി 2-ാം നമ്പർ കയറ്റിക്കൊണ്ടിട്ട് കാരണം മദീനത്തെ മറ്റേ കോട്ടകളൊക്കെ കാണാം കേട്ടോ. ആവശ്യം ഉണ്ടാകുമ്പോൾ വീരിയാണ് കോട്ടയാണ്. സഫാഹ് ബസ് സ്റ്റേഷൻ ഉണ്ടോ, അതിൻ്റെ മുമ്പ് കൂടെയാണ് നമ്മൾ കയറിയത്. കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം എന്താ വെച്ചാൽ 5:13 കേട്ടോ. ബാങ്ക് കൊടുക്കാനായി. സുബൈ ബാങ്കിൻ്റെ നേരത്തെ നിസ്കരിക്കാനുള്ള ജനം. എന്താ തിരക്കൂടെ, നിറച്ച ആൾക്കാരാണ്. കവാട നമ്പർ 365 കൂടെ വന്നു. അതിൽക്കൂടെ ഒക്കെ വഴിയുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ മുകളിൽ പോയേക്കാം. ജനങ്ങളെ തിരക്ക് ഇത്ര ആൾക്കാരാണ്. അതേ നേരത്തെ ടൂറിസ്റ്റ് എല്ലാം വന്ന് ആൾക്കാർ ഫില്ലാണ് പോകുന്നത്. ഗേറ്റ് നമ്പർ 37 കേട്ടോ. മുകളിൽ കയറുന്ന ഭാഗം ചുള്ളികളായ കോട്ടകളാണ്. ഇങ്ങനത്തെ തണുപ്പ്, എന്താ തണുപ്പ് ഇവിടെ. മക്കത്തൊന്നും ഇതിനെ പൗതി തണുപ്പില്ല. അവിടെ നല്ല തണുപ്പ്. കൈയൊക്കെ കുടിച്ച് പിടിച്ചു. കയറിയാൽ ചെരുപ്പൊക്കെ തട്ടിട്ടുണ്ട്. 4 ചെരുപ്പ്. മക്കത്തിന് എന്തെങ്കിലും തട്ടിപ്പില്ല. ചെരുപ്പൊക്കെ ചെരുപ്പ് വെച്ചിട്ട് പോകാൻ
6:17 സുബസ്കാരം കഴിഞ്ഞ് നേരം വിളിച്ചിട്ടില്ല കൊടുക്കും 6:15. കാണാനുള്ള തിരക്കാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സിയാറത്തൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ നേരെ 6:45 നല്ല തിരക്കാണ്. കയറിയതേക്ക് പോകുന്നത് നേരം വിളിച്ച് വരുന്നു. അവിടെ വീടൊക്കെ പറവത് ഇങ്ങനെ ഇറങ്ങിട്ടോ. ഇപ്പം ഇങ്ങനെ നടന്നു പോട്ടോ. മറ്റേ സൈക്കിൾ വാടക കൊടുക്കുന്ന സൈക്കിളാണ്. ആപ്ലിക്കേഷൻ വഴി നിർത്തി നമുക്ക് ഓട്ടത്തിൽ കൂടെ കേട്ടോ. അങ്ങനെ ചിരട്ടപ്പോട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ ഫുട്പാത്ത് കച്ചവടം പഠിച്ചിട്ടോ. പ്രാക്കളെ കൊണ്ട് കളി കേട്ടോ. അതിനകത്ത് കാറിങ്ങനെ കളിക്കണം. പെരും വിലയാണ്. നാട്ടിലത്തെ വിലച്ചൊക്കെ ഭയങ്കര വില. അപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ താങ്ങി പിടിച്ചാണ്ട് കൊണ്ടുപോകാൻ വേണ്ടേ. അപ്പം അങ്ങനെ വീണ്ടും അറങ്ങുന്നവർക്ക് പോകട്ടോ. പോകുന്ന ഇറങ്ങി കാല് വേദന ആയിട്ട് നടക്കാൻ വലിയ കാശ്. ഇവിടെ കുറേ കച്ചവടങ്ങളുണ്ട്. ഡ്രസ്സും തൊപ്പി പിന്നെ മക്കന പല പല സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ വെച്ച് കച്ചവടം ചെയ്യുന്നത്. ഈ നടക്കണ വഴിയിൽ കുറേ കച്ചവടമാണ്. ഇതൊരു കച്ചവടങ്ങൾ ഏരിയ പല പല ഐറ്റം കുറേ മുട്ടപ്പയർ വാക്ക് നമുക്ക് പോകാനുള്ള ടാക്സി ഹറമിൻ്റെ അപ്പുറം സൈഡ് കേട്ടോ. നേരത്തെ വന്ന വഴി തന്നെയാണ് നമ്മളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ജിദ്ദക്കുള്ള ടാക്സി ഉണ്ടാകാന്ന് പറഞ്ഞു. കുറേ അങ്ങോട്ടൂടെ നടന്നിട്ടാണ് പറഞ്ഞത്. നേരെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് പോവാം. അപ്പോഴും തിരക്കാട്ടോ. ഇവിടെ ആ തൂടുമ്പത്ത് ലൈറ്റ് പോയിട്ട് നോക്കി ലൈറ്റ് പൊന്തിച്ചിട്ടുണ്ടോ. ഉള്ളിൽ ആൾക്കാരുടെ ഗ്യാപ്പ് തന്നെ ഉണ്ടോ. ആൾ കയറുന്നുണ്ടൊക്കെ പോകാനുണ്ട്. ആ വണ്ടി എല്ലാവരും ഫുഡൊക്കെ ബിരിയാണി കുഴപ്പമില്ലോ. സാധനം കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. വലിയ ഏരിയ കേട്ടോ. ഏരിയ മൊത്തം മരുന്ന്. ആ ഡിസ്പ്ലേ ഇന്നലെ നമ്മൾ നടന്നു പോയ ഇവിടൊക്കെ പോയ നേരെ റൂമിൽ പോവാ. കുറച്ചൊരു കിടന്നുറങ്ങണം. ബാക്കി പിന്നാലേക്കാ നല്ല വെയിലട്ടോ. സമയം നമ്മൾ വെച്ച് 1:14 എത്തിട്ടോ. ഒറ്റയ്ക്ക് വന്നിട്ട് 5 മണിക്കൂർ റണ്ണിങ് ചെയ്തു. 300 കിലോമീറ്റർ. നാട്ടിലൊക്കെ എത്ര മണിക്കൂറാണ്. നമുക്ക് ഇനി ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ. സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവാം. നേരെ കയറി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് എത്തും. റോഡ് മുറിച്ചെടുക്കാൻ നല്ല സുഖമാണ്. വെയിൽ ഭയങ്കര വെയിലാണ്. പിന്നെ ഹൈവേ കൂടെ വണ്ടീനെ 150 സ്പീഡിലൊക്കെയാണ് അങ്ങനെ ചവിട്ടി കുത്തി പോകണവൻ. നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതൊക്കെ എന്ന് നടക്കാൻ ഹൈവേ വരുന്നുണ്ടായിരുന്നു. എന്നാൽ കാണാം. ഇന്ത്യയിലിങ്ങനെ പാഞ്ഞു പോവാണ്. ആർക്കും ടൈമിൽ നടക്കുന്നത്. പരിപാടികളൊക്കെ കഴിഞ്ഞതാ തിരിച്ച് നാട്ടിൽ പോവാട്ടോ. സമയം 7:31. 10 മണിക്ക് ഫ്ലൈറ്റാണ്. അപ്പോൾ സംസം ഇവിടെ കിട്ടും. പാസ്പോർട്ട് കാണിച്ചെടുത്താൽ മതി സംസം കിട്ടാം. നമുക്ക്
ദമ്പത്തിൻ്റെ നോക്കാത്ത അവസ്ഥ കാല് ഒരാളോട് നടക്കാൻ പറ്റില്ല, നല്ല പണിക്ക്. എത്ര തമ്പങ്ങ എത്ര 12 റുപ്യ തമ്പത്തിൻ്റെ ക്യാൻ. ഇതുവരെ ഈ ഒരു ഫ്ലൈറ്റ് ഞാൻ കയറിട്ടോ, വിസ്താര. അത് പറയുമ്പോൾ തോന്നുന്നൊക്കെ ഞാൻ കുറേ ഫ്ലൈറ്റ് കയറി, കുറേ ഫ്ലൈറ്റ് കയറിയിട്ടൊന്നല്ല, ഈ ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ്. ഈ പേരിനെ അത്ര കേട്ടില്ല, വിസ്താര നമ്മുടെ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് നല്ല വിസ്താറിൻ്റെ അപ്ലിക്കേഷൻ ഇത് കണ്ടത് നമുക്ക് മ്യൂസിക്, മൂവീസ് കാര്യങ്ങളൊക്കെ കിട്ടി കാണാം. അതുപോലെ താഴത്തേക്ക് വന്നതാണ് ലഗേജ് ലോഡിങ് ആണ്. വള്ളത്തിന് പറഞ്ഞ വേറെ എന്തും കൂടി വരുന്നുണ്ട്. താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വണ്ടിയിൽ കാണാത്ത മാതിരി ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ വെള്ളം കുടിച്ച് നല്ല അടിപൊളി മസാല ലെമൺ വാട്ടർ ആട്ടോ 150 ml. ജീരക സോഡ അല്ലേ, ജീരക സോഡൻ്റെ കുറച്ചുകൂടി മസാല സെറ്റ് ചെയ്തതാണ്. सभी यात्रियों से निवेदन है कि വീണ്ടും വരികയാണ്. ഫുഡല്ല പറയും കയ്യാസനം. ഇവരെ തീമനെ കണ്ടു ഫ്ലൈ ദ ന്യൂ ഫീൽ. നമ്മൾ ശരിയാണ്, ഇവരെ കാണാത്ത മെനു അതേമാതിരി ഫുഡ് കഴിച്ച് ഞാൻ തുടക്കാനേ സീല. ഞങ്ങളെ സെറ്റപ്പൊക്കെ തരും കേട്ടോ. നമ്മൾ വെറൈറ്റി ചെയ്യും. വന്നപ്പോൾ തന്നെ ഒരു ഡ്രിങ്കിങ് വാട്ടറോടെ കിടക്കുന്നുണ്ട്, പിന്നെ വെള്ളം ഒക്കെ ഇട്ട് കൊടുക്കാൻ. അത് തന്നെ സ്റ്റെറിലൈസ് ചെയ്തോ നടപ്പ് തന്നെയാണ്. ഫുഡിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാവും. എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വന്ന നമ്മളെ റഷ്മാൻ കേട്ടോ. ചങ്ങായി വന്നുകൊണ്ട് ഒരു ഹെൽമെറ്റും കൊണ്ടുവന്നു, ഒരാൾ കൊണ്ടുവരാൻ 2 ഹെൽമെറ്റ് കൊണ്ടുവരുന്നത്, അത് കൊടുത്തിട്ടില്ല. ഏതായാലും അങ്ങനെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ അവസാനിക്കുകയാണ്. ഉംറയും മദീനയൊക്കെ കണ്ടു വന്നിട്ടോ. ഇപ്പം എനിക്ക് നല്ല റെസ്റ്റ് എടുക്കണം, കാല് നല്ല പണിക്ക്. ഇപ്പോൾ 2 ദിവസം റെസ്റ്റാണ്. 2 ദിവസം റെസ്റ്റല്ല, ഇനി കോയമ്പത്തൂർ പോകണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ കാണാം. അതിലേക്ക് ബൈ ബൈ.